ഹലോ ഗായ്സ്, ഇത് നമ്മുടെ കടയ്ക്കലിലെ ചന്തമുക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. കണ്ട ചിപ്പി നേരെ ചാടി ചാടി പോവുകയാണ്. പോയത് നേരെ ചെന്നത് എവിടെയെന്നറിയാമോ? കൊച്ചുങ്ങൾക്ക് കയറിയിരുന്ന ആടാനുള്ള കുതിരപ്പുറത്ത്. അങ്ങനെ അത് നമുക്ക് പറ്റൂല എന്ന് വെച്ച് ഞാൻ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് നേരെ പോയത് കണ്ട കറക്കൂഞ്ഞാലിൽ, ഈ കറങ്ങിയിരിക്കുന്ന ഊഞ്ഞാലിൽ പോയി. അവിടെ ഒരു കൊച്ചു കയറണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ അതിനെ കൊണ്ടങ്ങ് പോയി. പിന്നെ ഞാനും എൻ്റെ മോനും എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മോനെ കേട്ടോ, അത് എൻ്റെ മോനെ പോലെയാണ്. പിന്നെ ഈ ചിരിച്ചുകൊണ്ട് കയറിയത് കേശു, ചിപ്പിയുടെ മോൻ. പിന്നെ ഇവളെന്ന് പറഞ്ഞാൽ ചിപ്പിയുടെ നാത്തൂൻ്റെ മോളാണ്. നമ്മളെല്ലാവരും കൂടെയാണ് അന്ന് വൈകിട്ട് പോയത്. എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ, അനിയത്തി ഇവിടെ ഉണ്ട്. പക്ഷേ അവളെ വീട്ടിൽ കിട്ടിയില്ല, അവൾ അവസാനമുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറവും ഇപ്പുറവും എന്ന് രണ്ട് ആട്ടോക്കാരി. അവൾക്ക് പിന്നെ ഇതിലൊന്നും കയറുന്ന ഇഷ്ടമല്ല. അവൾ പിന്നെ അവിടെ ഏറെ ചെറുക്കനെ വായി നോക്കി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി രണ്ട് ഊഞ്ഞാലിൽ കയറി രണ്ട് ആട്ടം അടിയപ്പെട്ടിട്ട് അവിടെ വാച്ച്മാൻ എങ്കിൽ ഓടി വന്ന് പറഞ്ഞു, മക്കളെ ഇത് പൊട്ടിപ്പോയി, ഇതിനകത്ത് കയറാൻ പറ്റില്ലെന്ന്. പിന്നെ നമ്മൾ നേരെ പോയി കണ്ട് പൊങ്ങനെ താങ്ങനെ സാധനത്തിൽ കണ്ട് നമ്മൾ കണ്ട. ഇതുപോലെ ഞാൻ എൻ്റെ ഫോണിൽ പിടിച്ച് അവളെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ അവളെ വീഡിയോ എൻ്റെ ഇല്ലടെ കാണുന്നില്ല. പിന്നെ നമ്മൾ അവിടെയുള്ള എല്ലാം കറങ്ങിയെടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത് ആക്ച്വലി കുറച്ച് നാളായി എൻ്റെ ഫോണിൽ കിടക്കുന്നത്. ഞാൻ പിന്നെ എല്ലാം എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഇല്ല യൂട്യൂബ് തുടങ്ങിയപ്പോൾ. പിന്നെ എല്ലാം ഡിലീറ്റ് ആക്കാൻ വേണ്ടി ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ചിപ്പിയുടെ കുറച്ച് എക്സ്പ്രഷൻ കണ്ട. ഇത് ഏത് സിനിമയിലെന്ന് നിങ്ങൾ പറ. അവൾ ഇട്ടതിൻ്റെ പിറകെ തന്നെ ഞാനും ഇടുന്നുണ്ട്. ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയിൽ നിന്ന്. പിന്നെ നമ്മൾ നേരെ കണ്ട കയറിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇങ്ങനെ ഒരു സാധനത്തിൽ ഈ റൗണ്ടിൽ ഞാൻ കയറുന്നതിന് അവളോട് 100 വട്ടം പറഞ്ഞു. അവൾക്ക് കയറാൻ പറ്റില്ല. പിന്നെ അത് കയറിയിട്ട് ഇറങ്ങും, പിന്നെ അടിച്ച് കയറും അതിനകത്ത് അവൾ. പിന്നെ എൻ്റെ പിറകെ അവളും ഇവിടെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ഈ നിരങ്ങി ഇങ്ങനെ താഴോട്ട് വരുന്നത് സത്യത്തിൽ ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. കൊച്ചു പിള്ളേർക്കേ അതിൽ പറ്റത്തുള്ളൂ. നമ്മളെ പോലെ മുതുക്ക് പിടിച്ചതിനൊന്നും അതിൽ പറ്റത്തില്ല. പിന്നെ നമ്മളൊരാഗ്രഹം കൊണ്ട് എല്ലാത്തിനും ഓരോ വട്ടം ഒന്ന് കയറാമെന്ന് വെച്ച് ഇങ്ങനെ വളഞ്ഞും കുളഞ്ഞും ഒക്കെ അങ്ങ് കയറി. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, നീളം കൂടെ കിടക്കുന്നുണ്ടേ. ആ ചെറുക്കന്മാരെല്ലാം നമ്മൾ ചീത്ത വിളിച്ചിരിക്കുകയാണ്. ഇവളുമാരങ്ങോട്ട് എത്തുന്നില്ലല്ലോ, എന്നിട്ടാണ് അമ്മക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അതിൽ കഴിഞ്ഞ് പിന്നെ സ്ട്രെയിറ്റ് ഞരങ്ങണയിൽ വന്നു കേട്ടോ. അതിൽ ഞരങ്ങി ലാൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മൂടിങ്ങി ഇടിച്ചാണ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത്. അതും ഒരു രസമായിട്ട് തോന്നില്ല. എന്നാലും വലിഞ്ഞടിച്ച് എല്ലാത്തിലും കയറി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചിപ്പി ആ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് നോക്കിയപ്പം വീഡിയോ. പിന്നെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് തള്ളിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ട് 7 മണി കഴിഞ്ഞ് ഇറക്കി വിടും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ ദാ കിടക്കുന്ന ഒരു ഐസ്ക്രീം ഉണ്ട്. പിന്നെ ചിപ്പിയുടെ ഒരു പരിചയക്കാരൻ, ചിപ്പിയുടെ ഏതോ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടപ്പോൾ ചിപ്പി ഐസ്ക്രീം ചോദിച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു തന്നു. ചേട്ടൻ വിചാരിച്ച് കാണണ്ടായിരുന്നെന്ന്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം കണ്ട ചെറുക്കൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കില്ല കേട്ടോ, അവന് പനിയാണ്. പനിക്ക് ഐസ്ക്രീം കൊടുത്ത് അവൻ്റെ അമ്മ എന്നെ റൊട്ടിയാക്കും. പിന്നെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുക ഗൈസ്, ബൈ.